ഹായ് ഗായ്സ്, വീണ്ടും പുതിയ വീഡിയോയിലോട് സ്വാഗതം. ഗായ്സ്, ഇപ്പോൾ ഞാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 2-3 മാസം മുമ്പ് എൻ്റെ മൂക്ക് കുത്തിയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ വാങ്ങിച്ച ഡയമണ്ടിൻ്റെ മുക്കുത്തി ചേരാത്തത് കൊണ്ടും അത് ഒന്നും കൂടി കുത്തണമെന്ന് ഭാര്യ പറഞ്ഞതുകൊണ്ടും പഴയ മുക്കുത്തി അയച്ചു കളഞ്ഞു. ഇനി വീണ്ടും അതാ പുതിയത് കുത്താൻ പോവാണ്. ഒരു വട്ടം അനുഭവിച്ചത് അറിയണ്ടല്ലോ. ഇനി എന്തായാലും പോയി കുത്തിയേക്കാം. പിന്നെ അതും പോരാണ്ട് ഞാൻ പറഞ്ഞില്ലേ, വില്ലേജ് ഓഫീസറെ വീട്ടിലോട്ട് വിളിക്കണം. കാരണം വേലിയൊക്കെ അളക്കണമെങ്കിൽ അവർ വരണം. അപ്പം അവരെയും വിളിക്കണം. ഗൈസ്, ഒരുത്തൻ റെഡിയായി നിൽക്കാന്ന് പറഞ്ഞിട്ട്. ഹായ് ഗൈസ്, ഇതാണ് പ്രിൻസ്, നമ്മുടെ മറ്റൊരു സുഹൃത്താണ്. എവിടെയായിരുന്നു ഇത്രയും നാള്? പറഞ്ഞു, വീഡിയോയിൽ അപ്ലോഡ് ആവും. എവിടെയായിരുന്നു? ഇനിയുള്ള പരിപാടി മൈജി പോകണം. മൈജി പോയിട്ട് പാഡ് 8 ലോഞ്ച്. പാഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോസിന് ഒരു സംശയം, എന്ത് പർച്ചേസ് ചെയ്യണം. അപ്പം ഇടറാ ടാബ് എടുക്കണോ, ഒരു 200K ഫണ്ട് അക്കൗണ്ട് പർച്ചേസ് ചെയ്യണോ, അതോ പൈസ സേഫ് ആക്കി വെക്കണോ? ഇപ്പൊ 3 പേര് ടിക് ടിക് പെട്ടെന്ന് 3 പേരില് പൈസ സേഫ് ആക്കി വെക്കണം. അപ്പോൾ നമുക്ക് ചായ അടിച്ചിട്ട് വരാം. നമ്മുടെ പ്ലാൻ എപ്പോഴും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ വീണ്ടും പ്ലാൻ മാറ്റി, വീണ്ടും പോയി സൂന് കൂട്ടണം. എന്നിട്ട് പിന്നെയും പോയിട്ട് മൂക്ക് കുത്താൻ പോകണം. ഇവന് അക്ഷയിൽ പോകണം, അവന് മൈജി പോകണം. അപ്പൊ എല്ലായിടത്തും ഇന്ന് പോവും. പ്ലസ് വേറെ എന്തെങ്കിലും അതർ പരിപാടി ഉണ്ടോ? അതർ പരിപാടി ഒന്നും തന്നെ ഇല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കയറി വന്നതിന് അതർ പരിപാടി ഉണ്ടാവും. സോ ബാക്കി പരിപാടി അറിയിക്കാം. ഗൈസ്, നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അതിന് ഓപ്പോസിറ്റ് നടക്കുകയുള്ളൂ എന്ന് നമുക്ക് പണ്ടേ അറിയാം. അപ്പം ഞങ്ങളല്ല ഞാൻ നേരത്തെ അത് മുമ്പിൽ കണ്ടുകൊണ്ട് ഓപ്പോസിറ്റ് പ്ലാൻ ചെയ്തു. അപ്പം നമ്മൾ വിചാരിച്ച കാര്യത്തിന് ഓപ്പോസിറ്റല്ലേ നടക്കുകയുള്ളൂ. അങ്ങനെയല്ല, ഞാനിപ്പോൾ കടയിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ ഞാൻ കടയിൽ പോയില്ല. അപ്പോൾ ഞാൻ കടയിൽ പോകുന്നില്ല എന്ന് പ്ലാൻ ചെയ്തപ്പോൾ കടയിൽ പോയി. പക്ഷെ നമ്മുടെ ആവശ്യം കടയിൽ പോകണമെന്നാണ്. അപ്പം അതുപോലെ ആയിട്ടുണ്ട് ഇപ്പം എൻ്റെ കാര്യം. എന്ത് പ്ലാൻ ചെയ്യുന്നു അതിന് ഓപ്പോസിറ്റ് നടക്കുന്നു. സോ നമുക്ക് നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഹൈഡാക്കി വെച്ചിട്ട് നമ്മൾ അതിന് ഓപ്പോസിറ്റ് പ്ലാൻ ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യം നടക്കും. കേട്ട് വട്ടാവുന്നുണ്ടല്ലേ? എന്തായാലും പോയി ബെല്ലേനെ എടുത്തിട്ട് പോകണം. ഇന്ന് ലോട്ട് ഓഫ് പരിപാടി ഉണ്ട്. ഓക്കെ, ഞാനോ? തീർച്ചയായും തരാം. പൈസ തരാന്ന് പറഞ്ഞാൽ നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നു. നമ്മൾ ടാബ് എടുക്കാൻ പോയി, പക്ഷേ ക്യാഷ് എടുത്തില്ല. അപ്പോൾ ക്യാഷ് എടുക്കാൻ വീണ്ടും വന്ന് ഞാൻ വിചാരിച്ചു ഇവരുടെ അക്കൗണ്ടിലായിരിക്കും. അക്കൗണ്ടിലും പകുതി ക്യാഷും കാർഡും. ഗൈസ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ല. എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോൾ ഞാൻ പറയാം. ഗൈസ്, അപ്പൊ നമ്മളെവിടെ പോയാലും നമ്മുടെ ബെല്ലി നമ്മുടെ കൂടെ ഉണ്ടാവും. കൊറേ പ്ലാൻസ് ഉണ്ട്. ബെല്ല ഒരിക്കലും സമ്മതിക്കുന്നില്ല. എന്താ ചാടറാ? വണ്ടിയിൽ യാത്ര നടക്കുന്നത്. അതുപോലെ വേറൊരു സംഭവം കാണിച്ചു തരാം. നല്ല സ്ലോയിൽ കിട്ടോ. ഗൈസ്, ഇത് കണ്ടോ? നഴ്സുമാർ അവരുടെ പ്രോബ്ലംസ് പങ്കുവെക്കാൻ വേണ്ടി അവർ സമരത്തിലാണ് മൊത്തത്തിൽ. എന്തായാലും ഇവരുടെ കഷ്ടപ്പാട് നോക്കാം. ഗൈസ്, ഇതാണ് എൻ്റെ അനിയൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. സൂക്ഷിച്ച് നോക്കി അതിനകത്ത് എൻ്റെ അനിയൻ്റെ ആ വെള്ള ഷർട്ടിട്ട് അവനകത്ത് പോയി. അപ്പോൾ ഇതാണ് ആ സ്പോട്ട്. ഈസ് വെയിറ്റിംഗ്. പോവാം, ബാ കം. പോവാന്ന് പറയുമ്പോൾ അവൾ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകും. ഗൈസ്, വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ പോയ കുറച്ച് പരിപാടിയൊക്കെ നടന്നു. അപ്പോൾ നീ ഏത് ഫോണോ? അപ്പോൾ ഏതിലേക്ക്? അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ ടാബ് വാങ്ങാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ അവനത് ടാബിൽ നിന്ന് മാറ്റി 16 Pro Max സംതിങ് നമ്മൾ അതിലോട്ട് മാറുകയാണ്. ടാബ് ഒരാൾ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ 2 ടാബ് വാങ്ങണേ?
അല്ലടാ? യെസ്, താങ്ക് യു ശിവരാജ് ബ്രോ. വീട്ടിൽ വന്നു, ബെല്ലയ്ക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പരിപാടിയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീട്ടിൽ വന്നു. പിന്നെ അവളെൻ്റെ ബനിയനിൽ കിടന്ന് അവളുടെ തുപ്പലൊക്കെ ആയി ബനിയൻ നശിച്ചു. അതുകൊണ്ട് ടീഷർട്ട് വേറെ ഇട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പോവാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഷോപ്പിൽ കൂട്ടുകാരൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവിടുന്ന് ചായ കുടിച്ച് സീരിയസ് ഡിസ്കഷനാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ജിമ്മിൽ പോകാൻ നേരത്ത് നല്ലൊരു ബ്ലോക്ക് കിട്ടിയത്. ഇവിടുത്തെ ചെറിയ കലാരൂപമാണ്, അല്ല ചെറിയ ഉത്സവത്തിൻ്റെ പരിപാടിയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഗോ ടു ഫിറ്റ്നസ്സിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. ഇപ്പോൾ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. വണ്ടി നിന്നായിരുന്നു, തള്ളുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. എനിവേ, അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ജിമ്മിലും പോയി ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ബെല്ലക്കുള്ള ഫുഡ്, അവളുടെ സ്കിന്നിന് പറ്റിയ ഒരു എന്താ പറയുക, അതിൻ്റെ പേരും മറന്നുവല്ലോ, ഒമേഗ 3യുടെ ഒരു സപ്ലിമെൻ്റാണിത്. അപ്പോൾ ഇത് നമുക്ക് 5 ml കൊടുക്കേണ്ടത്. 5 ml അല്ലേ? 5 ml അല്ലേ? ഓക്കെ ബോയ്സ്, അപ്പം ഇത് കൊടുക്കണം. ബെല്ലമ്മ, ഇത് പരിപാടി ഇത്രേ ഉള്ളൂ. കുറേ വീഡിയോ പിന്നെയും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം. നാളെ രാവിലെ എണീറ്റ് കുറേ പരിപാടിയുണ്ട്. നല്ല വീഡിയോസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാം. സോ ഗൈസ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പം ഗുഡ് നൈറ്റ്, ബൈ.